ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസം ശ്രീ ശ്യാമാനന്ദ പ്രഭുവിൻ്റെ തിരുവഭാവ ദിവസമാണ്. അദ്ദേഹം ഒറീസയിലെ ധരേന്ദ്ര ബഹദൂർപൂർ എന്ന ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ മണ്ഡലിൻ്റെയും ശ്രീമതി ദുരികയുടെയും മകനായാണ് അവതരിച്ചത്. മാതാപിതാക്കൾ അദ്ദേഹത്തിന് ദുഃഖിയ എന്ന പേര് നൽകി. ശ്രീ ഹൃദയ ചൈതന്യയിൽ നിന്നും ദീക്ഷ എടുത്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പേര് കൃഷ്ണദാസ് എന്നായി. അങ്ങനെ അദ്ദേഹം ദുഃഖിയ കൃഷ്ണദാസ് എന്നറിയപ്പെട്ടു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ഗോസ്വാമിമാരുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാനായി വൃന്ദാവനത്തിൽ ജീവഗോസ്വാമിയുടെ അടുത്തെത്തി. അവിടെ വെച്ച് സേവാകുഞ്ചം വൃത്തിയാക്കാനുള്ള സേവനം അദ്ദേഹത്തിന് ലഭിച്ചു. വളരെ സന്തോഷത്തോടുകൂടി സേവനം ചെയ്യുമായിരുന്നു. സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കും. ചിലപ്പോഴൊക്കെ ഉറക്കെ രാധാകൃഷ്ണന്മാരുടെ നാമം ജപിക്കും. ചില സമയത്ത് നിറയെ പൊടിയുള്ള ചൂല് തൻ്റെ ശിരസിൽ വയ്ക്കും. ബ്രഹ്മദേവനും മഹാദേവനും പോലും കൊതിക്കുന്ന ആ വ്രജധൂളി അദ്ദേഹം തൻ്റെ ശിരസിൽ വഹിച്ചു. ഒരിക്കൽ സേവാകുഞ്ചം വൃത്തിയാക്കുന്ന സമയത്ത് കൃഷ്ണദാസന് ഒരു മനോഹരമായ പാദസരം ലഭിച്ചു. അത് തൻ്റെ ശിരസിൽ സ്പർശിച്ചതിനു ശേഷം മേൽവസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് കെട്ടിവെച്ചു. ഉടമസ്ഥർ അന്വേഷിച്ചു വരുമ്പോൾ കൊടുക്കാമെന്ന് കരുതി. അതേസമയം ശ്രീമതി രാധാറാണിയുടെ കളഞ്ഞുപോയ പാദസരം അന്വേഷിച്ച് സഖിമാർ അവിടെ എത്തി. കൃഷ്ണദാസനോട് കാര്യം തിരക്കി. ഉടമസ്ഥ സ്വയം വന്നാൽ നേരിട്ട് പാദസരം കൈമാറാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ സഖിമാർ രാധാറാണിയെയും കൊണ്ട് അവിടെ എത്തി. വൃഷഭാനു നന്ദിനിയുടെ അതുല്യമായ തേജസ് കണ്ട് അദ്ദേഹം സാഷ്ടാംഗം നമസ്കരിച്ചു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വന്നു. വിശാഖ സഖി പറഞ്ഞു, അല്ലയോ ഭക്തശ്രേഷ്ഠ, ഞങ്ങളുടെ സ്വാമിനി അങ്ങയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ രാധാകുണ്ഡം പ്രകടമാവുകയും അതിൽ മുങ്ങി നിവർന്നപ്പോൾ അദ്ദേഹത്തിനൊരു അതീന്ദ്രിയ സ്ത്രീരൂപം ലഭിക്കുകയും ചെയ്തു. ശ്രീമതി രാധാറാണി തൻ്റെ തൃപ്പാദത്തിലെ കുങ്കുമം എടുത്ത് പാദസരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തിലകം തൊട്ടു. എന്നിട്ട് ശ്യാമാനന്ദ എന്ന പേരും നൽകി. ശേഷം എല്ലാവരും അപ്രത്യക്ഷരായി. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആ അതീന്ദ്രിയ സ്ത്രീരൂപം മാറി പഴയ രൂപം തന്നെയായി. പക്ഷേ രാധാറാണി ചാർത്തിക്കൊടുത്ത ആ തിലകം മാത്രം പോയിട്ടില്ല. നടന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞ ജീവഗോസ്വാമി ഒരുപാട് സന്തോഷിക്കുകയും ആ സംഭവം രഹസ്യമായി വയ്ക്കാൻ പറയുകയും ചെയ്തു. ശ്യാമാനന്ദ എന്ന പേരിൽ തുടരാനും ഉപദേശിച്ചു. ശ്യാമാനന്ദ പഠനം പൂർത്തിയാക്കി ഗുരുവിൻ്റെ അടുത്ത് മടങ്ങി വന്നപ്പോൾ ഗുരു അദ്ദേഹത്തെ ഉത്കലദേശമെന്നറിയപ്പെടുന്ന ഒറീസയിലേക്ക് പ്രചരണം ചെയ്യാനായി അയച്ചു. ഒറീസയിൽ ശക്തമായി അദ്ദേഹം ഗൗരനിതായിയുടെ സന്ദേശം പ്രചരിപ്പിച്ചു. ഒരുപാട് ശിഷ്യർ അദ്ദേഹത്തിൻ്റെ പാദത്തിൽ അഭയം തേടി. ഒരു യോഗിയെ പോലും ഭക്തനാക്കി മാറ്റി. നിരീശ്വരവാദികളുടെ കഠിന ഹൃദയത്തെ പോലും അലിയിച്ച് ശിഷ്യരാക്കി മാറ്റി. ശ്യാമാനന്ദ പ്രഭു അവസാന കാലം ഒറീസയിലെ നൃസിംഹപുരിയിലാണ് ജീവിച്ചത്. അദ്ദേഹം ആരാധിച്ചിരുന്ന ശ്രീ രാധാ ശ്യാമസുന്ദര വിഗ്രഹം ഇന്നും വൃന്ദാവനത്തിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളാൽ ആരാധിക്കപ്പെടുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെയും ശ്രീമതി രാധാറാണിയുടെയും സേവനം ചെയ്യാനുള്ള അവസരം ലഭിക്കാനായി ഇന്നത്തെ ദിവസം നമുക്ക് ശ്യാമാനന്ദ പ്രഭുവിനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ.